സർവശക്തനും സർവപ്രപഞ്ച സൃഷ്ടാവും എൻ്റെ പിതാവുമായ ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ എപ്പിസോഡിൽ എന്തുകൊണ്ട് ദൈവപുത്രനായിരുന്നിട്ടും യേശുവിന് സാത്താൻ്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു, എന്തുകൊണ്ട് യേശു പാവപ്പെട്ടവരിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, യേശു 30 വയസ്സ് വരെ എവിടെയായിരുന്നു, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ വിശദമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, യേശു പഠിപ്പിച്ചതിനും പ്രവർത്തിച്ചതിനുമെല്ലാം പഴയ നിയമത്തിലെ അടിത്തറ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് ദൈവപുത്രനായിരുന്നിട്ടും യേശുവിന് സാത്താന്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു? യേശു ദൈവപുത്രനാണ്. ദൈവപുത്രനെ പരീക്ഷിക്കാനുള്ള അധികാരമൊന്നും പിശാചിനില്ല. എന്നാൽ യേശുവിനെ പിശാച് പരീക്ഷിച്ചതായി ബൈബിൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ദൈവത്തിന്റെ വാക്കുകൾ ലംഘിച്ചതിനാൽ ആദമും ഹവ്വയും കൂട്ടത്തിൽ ഇതിന് പ്രേരണ നൽകിയ പിശാചും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടും. അവർ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് നോക്കാം. ദൈവം ആദത്തോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് മുതൽ നാം ഉൾപ്പെടുന്ന ആദത്തിന്റെ തലമുറ നമ്മൾ വസിക്കുന്നത് ഈ ശപിക്കപ്പെട്ട ഭൂമിയിലാണ്. ആദത്തിന്റെ തലമുറയിൽപ്പെട്ടവരാണ് നാം. അന്നു മുതൽ ആദമും അവന്റെ തലമുറയിൽപ്പെട്ട നാമും വസിക്കുന്നത് ദൈവം ശപിച്ച ഭൂമിയിലാണ്. അന്നു മുതൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇത് തന്നെയാണ്. നന്മ തിന്മ അറിയാനുള്ള ബുദ്ധി മനുഷ്യന് ലഭിച്ചുവെങ്കിലും ശപിക്കപ്പെട്ടതിനെ തുടർന്ന് ആത്മക്കണ്ണ് നഷ്ടമായ ആദത്തിനും ഹവ്വയ്ക്കും അവരുടെ സന്തതികൾക്കും മേൽ പിശാച് കുതന്ത്രത്തിലൂടെ വാഴ്ച നടത്തി തുടങ്ങി. അതിപ്പോഴും തുടരുകയാണ്. തനിക്ക് പ്രവേശനം ലഭിക്കാത്ത സ്വർഗത്തിൽ ആദത്തിന്റെ പരമ്പരയിൽപ്പെട്ട മനുഷ്യരാരും എത്താതിരിക്കുവാൻ അന്നു മുതൽ പിശാച് മനുഷ്യനെ മോഹങ്ങളുടെ പ്രലോഭന കുരുക്കിൽപ്പെടുത്തി. സ്ത്രീയും സെക്സും ധനവും അധികാരവും സൗന്ദര്യവും എല്ലാം സ്വർഗത്തേക്കാൾ വലിയ ആകർഷണീയ വസ്തുക്കളായി പിശാച് അവതരിപ്പിച്ചു. ആകർഷണീയമായ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ ബുദ്ധി മന്ദീഭവിച്ച മനുഷ്യരെ കീഴടക്കുവാൻ പിശാചിന് അതിവേഗം കഴിയുന്നു എന്നതാണ് വസ്തുത. ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്നതല്ലേ. മനുഷ്യരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തിന് സാത്താന്റെ ഇത്തരം പ്രലോഭന പരീക്ഷണങ്ങൾ നാം വിജയിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ പുസ്തകം 5:19 നമുക്ക് നോക്കാം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവമാണ് ലോകത്തിന്റെ നാഥൻ, അധിപൻ. പക്ഷേ ആദത്തിലൂടെ ഭൂമി ശപിക്കപ്പെട്ടതിനാൽ അന്നു മുതൽ ഭൂമിയിൽ വാഴ്ച നടത്തുന്നത് സാത്താനാണ്. അത് പല മനുഷ്യരുടെയും സ്വഭാവം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതുമാണ്. അതിനാൽ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ആരും തന്നെ, അത് ദൈവപുത്രനായാലും പിശാചിന്റെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്നു. മനുഷ്യ ജന്മമെടുത്ത് ഭൂമിയിൽ ജീവിച്ചതിനാലാണ് യേശുവിനും പിശാചിന്റെ പ്രലോഭനങ്ങളെ നേരിടേണ്ടി വന്നത്. എന്നാൽ യേശു അവയെ വചനത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും അതിജീവിച്ചു കാണിച്ചു തന്നു. ഇത് നമുക്ക് യേശു നൽകുന്ന പാഠമാണ്. പിശാച് നമ്മളെ പരീക്ഷിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. മനുഷ്യനായി പിറന്ന ആര് തന്നെയായാലും ശരി, അതിന് ദൈവപുത്രനായാൽ കൂടി പിശാച് നമ്മെ പരീക്ഷിക്കും. പക്ഷേ അവയെ വചനത്തിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും അതിജീവിച്ച് കാണിച്ച ആ മാർഗം നാം പിന്തുടരണം എന്നാണ് യേശു നമ്മോട് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് യേശു പാവപ്പെട്ടവരിൽ നിന്നും തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? ഇതാണ് അടുത്ത ചോദ്യം. ഇതിനായി നമുക്ക് പഴയ നിയമം നോക്കാം.
ജെറമിയ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. ഇതാ, ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അനേകം ബുദ്ധിമാന്മാരെ, പണ്ഡിതന്മാരെ വരുത്തുമെന്നല്ല പറഞ്ഞത്, മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കുമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ. ഇനി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് നോക്കാം. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇത് യേശു പറഞ്ഞ വാക്യമാണ്. ഈ രണ്ട് വാക്യങ്ങളും കൂട്ടി വായിച്ചാൽ എന്തുകൊണ്ട് യേശു മുക്കുവന്മാരെ ആദ്യം തിരഞ്ഞെടുത്തു എന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് പ്രവചന നിവർത്തീകരണമാണ്. ശിഷ്യന്മാരിൽ മത്തായി അഥവാ ലേവി ചുങ്കക്കാരനായിരുന്നു. മറ്റുള്ളവർ എല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു. ഇനി സങ്കീർത്തന പുസ്തകം നമുക്ക് നോക്കാം. 113 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. ഇതാണ് വചനം പറയുന്നത്. ഇത് ദൈവ സ്വഭാവമാണ്. ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് ഇരുത്തുക, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ഇരുത്തുക എന്ന് പറയുന്നത് ദൈവിക സ്വഭാവമാണ്. ഒരു വലിയ പണ്ഡിതനെയോ വലിയ സമ്പന്നനെയോ പിടിച്ച് ഉയർന്ന പോസ്റ്റിൽ ഇരുത്തിക്കഴിഞ്ഞാൽ അത് ദൈവ സ്വഭാവം ആകില്ല. തിരിച്ച് ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന വളരെ പാവപ്പെട്ടവനെ ഉയർത്തി കൊട്ടാരത്തിൽ ഇരുത്തിക്കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള ഉദാഹരണമായി മാറും. അതിനാൽ ഇത് ദൈവ സ്വഭാവമാണ്. ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജസിംഹാസനത്തിൽ ഇരുത്തുന്ന പ്രവൃത്തി ബൈബിളിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യേശുവും ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. പഴയ നിയമത്തിൽ നോക്കിയാൽ സംസാരിക്കുവാൻ വിക്കുള്ളവനും ആട്ടിടയനുമായ മോശയെ ദൈവം ഇസ്രായേലിന്റെ വിമോചകനാക്കുകയായിരുന്നു. ആട്ടിടയനിൽ നിന്നുമാണ് ദാവീദിനെ അഭിഷേകം ചെയ്ത് ദൈവം രാജാവാക്കിയത്. ദാവീദും ആട്ടിടയനായിരുന്നു. അടിമയായിരുന്ന ജോസഫാണ് ഫറവോന്റെ പ്രധാനമന്ത്രിയായത്. കർഷകനായ ഗിദെയോനാണ് ഇസ്രായേലിന്റെ ആർമി ചീഫായത്. അനാഥയായിരുന്ന എസ്തറാണ് പിന്നീട് പേർഷ്യൻ ക്യൂൻ ആയി മാറിയത്. സാധാരണക്കാരായിരുന്ന ഇവരെല്ലാവരും ദൈവ നിയോഗത്തിലൂടെ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേർന്നവരായിരുന്നു. ഇവ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. ഒരു മീൻപിടുത്തക്കാരനായ പത്രോസാണ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകനായത്. ദൈവം നൽകിയ വാഗ്ദത്ത ഭൂമിയായ വളരെ ചെറിയ രാജ്യമായ ഇസ്രായേലിനെയും ദൈവം തെരഞ്ഞെടുത്ത യഥാർത്ഥ ഏക ദൈവ വിശ്വാസികളായ യഹൂദ ജനതയെയും ലോകത്തിന്റെ നെറുകയിൽ നിർത്തുന്നതിന്റെ പിന്നിലും ഈ ദൈവപ്രവൃത്തി നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തുവിനെ അനുഗമിച്ച ശേഷം അനുയായികളിൽ ഉണ്ടായ ആത്മീയ പാണ്ഡിത്യം പണ്ഡിതന്മാരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇന്നും ബൈബിൾ വായിച്ച് പിന്തുടരുന്ന സാധാരണക്കാരിൽ പോലും ഈ സവിശേഷത നമുക്ക് കാണാവുന്നതാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് നോക്കാം. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വചനം പറയുന്നത്. വചനത്തിന്റെ പൊതുവായ പൊരുൾ ഇത് തന്നെയാണ്. ഇവയെല്ലാം പ്രവചന നിവർത്തീകരണമായിരുന്നു. യേശു 30 വയസ്സ് വരെ എവിടെയായിരുന്നു? ഈ ചോദ്യം നമുക്കിടയിൽ തന്നെ പലരും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതിനുള്ള ഉത്തരം നമുക്ക് ബൈബിളിൽ നിന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. അവർ വിസ്മയിച്ചു. ഇവന്, അതായത് യേശുവിന്, ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമയോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി. ഈ വാക്കുകൾ പരിശോധിച്ചാൽ യേശു ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നതായും അവർക്കെല്ലാം യേശുവിനെ നന്നായി പരിചയമുള്ളതായും മനസ്സിലാകുന്നതാണ്.
ഇവൻ കുറെ കാലം പുറത്തെവിടെയോ ആയിരുന്നല്ലോ, അവിടെ നിന്നും പഠിച്ചതാകും എന്നാരും പറഞ്ഞിട്ടില്ല. നോക്കൂ, നമ്മൾ അനേകം പേർ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെട്ടവരാണോ? ഒരു വ്യക്തി എപ്പോഴാണ് ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെടുന്നത്? ആ വ്യക്തി ലോകം ഓർക്കാൻ ഇടയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ലോകം അയാളെ ഓർമ്മിക്കുന്നത്. അതുവരെയും അവൻ നമ്മെപ്പോലെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി അവിടെ വസിക്കുന്നു എന്നേ ഉള്ളൂ. തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ദാറ്റ്സ് ഓൾ. മരണശേഷം നമ്മെ അറിയാവുന്നവരും നമ്മെ സ്നേഹിച്ചവരും വിരോധിച്ചവരും നമ്മെക്കുറിച്ച് ഓർക്കും. അത് കഴിയുമ്പോൾ, അവരുടെ കാലം കഴിയുമ്പോൾ, ചരിത്രത്തിന്റെ ഭാഗമാകാതെ നാമും ശൂന്യതയിൽ വിലയം പ്രാപിക്കും. യേശുവും 30 വയസ്സ് വരെ സാധാരണ മനുഷ്യനായി പിതാവിന്റെ വേലയിൽ സഹായിച്ചും ദൈവവചനത്തിൽ മുഴുകിയും അവരുടെ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ അത് പ്രത്യേകമായി രേഖപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. എന്നാൽ 30 വയസ്സിന് ശേഷം യേശു ദൈവപ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. അത് മുതലാണ് യേശു ചരിത്രത്തിന്റെ ഭാഗമായത്. കാരണം അത് സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളായിരുന്നില്ല യേശു ചെയ്തത്. തുടർന്ന് യേശുവിന്റെ ബാല്യവും യൗവനവും കുറച്ചൊക്കെ രേഖപ്പെടുത്തേണ്ടതായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും യേശു ഇസ്രായേലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. തിന്ന് കുടിച്ച് അർത്ഥശൂന്യമായി മരിച്ചു പോകുന്നതിനേക്കാൾ നാളെ ലോകം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യേശു നല്ലൊരു മാതൃകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ഇവൻ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. യേശു ഇസ്രായേലിൽ മാതാപിതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ ഈ വചനം തന്നെ ധാരാളമാണ്. കാരണം പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അതായത് 12 വയസ്സിന് ശേഷം എവിടെയായിരുന്നു? 30 വയസ്സ് വരെ എവിടെയായിരുന്നു? നസ്രത്തിൽ തന്നെയായിരുന്നു. യേശു ഇസ്രായേലിൽ മാതാപിതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് സ്ഥാപിക്കാൻ ഈ വചനം ധാരാളം തന്നെയാണ്. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു. യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. അതുകൊണ്ടാണ് നസ്രയനായ യേശു എന്ന് വിളിക്കുന്നത്. മുകളിൽ നമ്മൾ പറഞ്ഞു, യേശു നസ്രത്തിൽ വന്ന് അവന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവിടെ ജീവിച്ചു. അതായത് മാതാപിതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ ജോലിയിലൊക്കെ സഹായിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നു ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്നും വന്നു. അതിനർത്ഥം യേശു അതുവരെയും നസ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. ചുരുക്കത്തിൽ യേശു ഇസ്രായേലിലെ ജെറുസലേമിൽ ജനിച്ചു, നസ്രത്തിൽ വളർന്നു. നസ്രത്ത്, ജെറുസലേം, കഫർനയും തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, ബൈബിൾ പറയുന്നത്. യേശു ഇന്ത്യയിൽ വന്നിരുന്നു എന്നും ഇവിടെ മുനിവര്യന്മാരിൽ നിന്നാണ് ആത്മീയ പാഠങ്ങൾ പഠിച്ചതെന്നും മറ്റുമുള്ള വാദഗതികൾ ചില ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുനിവര്യന്മാർ പാലിച്ചു പോന്ന ധ്യാനമുറകളോ ഉരുവിട്ടു പോകുന്ന മന്ത്രങ്ങളോ യേശു പരിശീലിച്ചിരുന്നില്ല എന്ന് യേശുവിന്റെ ജീവിതവും ശിഷ്യന്മാരുടെ ജീവിതവും ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ രീതികളും ആത്മീയ ശുശ്രൂഷാ രീതികളും പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. യേശു ബൈബിളിൽ പഴയ നിയമത്തിലെ വചനങ്ങളായിരുന്നു പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം. അതിലെ വാക്യങ്ങൾ പ്രയോഗിച്ചായിരുന്നു സാത്താനെയും പിശാചുക്കളെയും പുറത്താക്കിയിരുന്നത്. മന്ത്രങ്ങളിലൂടെയല്ല, മറിച്ച് ശാസനകളിലൂടെയും കൽപ്പനകളിലൂടെയും പഴയ നിയമ വചനത്തിലൂടെയുമാണ് യേശു പൈശാചിക ശക്തികളെ പുറത്താക്കിയിരുന്നത്. ദൈവവചനങ്ങൾ ഹൃദയത്തിൽ ആലേഖനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൽപ്പന മാത്രം മതി എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അധികാരമുള്ളവനെ പോലെയായിരുന്നു അവൻ പിശാചുക്കളോട് കൽപ്പിച്ചിരുന്നത് എന്ന് ബൈബിളിൽ കാണാം. ഈ രീതി ഇന്നും ക്രിസ്തീയർ അവലംബിച്ചു പോരുന്നുണ്ട്. ഭാരതത്തിൽ മറ്റു മതസ്ഥർ
മന്ത്രങ്ങൾ ലക്ഷത്തവണ ഉരുവിട്ടും മറ്റു പൂജാവിധികൾ നടത്തിയും മറ്റും ദുരാത്മശക്തികളെ ബഹിഷ്കരിക്കുമ്പോൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ക്രിസ്തീയ അഭിഷിക്തർ അധികാരത്തോടെ സാധാരണ വാക്കുകൾ ഉപയോഗിച്ച് ദുരാത്മശക്തികളോട് കൽപ്പിച്ചും ചിലപ്പോൾ ബൈബിളിൽ നിന്ന് ചില വചനങ്ങൾ മാത്രം പറഞ്ഞുമാണ് രോഗാത്മശക്തികളെയും മറ്റു ദുരാത്മശക്തികളെയും ഭൂതങ്ങളെയും ബഹിഷ്കരിക്കുന്നത്. ഇത് ദൈവശക്തിയാണ്. ക്രിസ്തീയ രോഗശാന്തി ശുശ്രൂഷകളിൽ അത്ഭുത സൗഖ്യവും അത്ഭുതമായ വിടുതലും വളരെയേറെ ഉണ്ടാകുന്നതിന്റെ രഹസ്യവും അടിത്തറയും ഇത് തന്നെയാണ്. യേശു ഭാരതത്തിൽ നിന്നും ആത്മീയത പഠിച്ചു എന്ന വാദഗതിക്ക് അടിസ്ഥാനമില്ല എന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. എന്തുകൊണ്ട് യേശു ദൈവപുത്രനായിരുന്നിട്ടും സാത്താന്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു? എന്തുകൊണ്ട് യേശു പാവപ്പെട്ടവരിൽ നിന്നും തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? യേശു 30 വയസ്സ് വരെ എവിടെയായിരുന്നു? എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.